പേര് അന്ന സൈമൺ. ഞാൻ വരുന്നത് മോനിപ്പള്ളി ഇടവക സേക്രഡ് ഹാർട്ട് ചർച്ചിൽ നിന്നാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് യു.എസിലാണ്. എനിക്ക് കിട്ടിയ മാതാവ് വഴി മാതാവിൻ്റെ മധ്യസ്ഥത വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിനും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എൻ്റെ വയറ്റിൽ എനിക്ക് എന്ത് കഴിച്ചാലും വയറുവേദന ഉണ്ടാകുമായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വയറ്റിലും വായിലും ഒക്കെ കഴിച്ചു. എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടി. അതുവഴി എനിക്ക് ഒരു പുതിയ മരുന്ന് കിട്ടി. ഇപ്പം അത് കഴിക്കുന്നില്ല, എങ്കിലും ദൈവം വഴി എനിക്ക് ആ മരുന്ന് ഡോക്ടർ എനിക്ക് എഴുതി തന്നു. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഇവിടെ ഭയങ്കര സൈനസൈറ്റീസ് ആയിരുന്നു. ഒരു 2-3 വർഷത്തോളം ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ടാകും. ഭയങ്കര തലവേദന എടുക്കും. പിന്നെ അതുവഴി എനിക്ക് പ്രഷർ കൂടി. ഞാൻ അഡ്മിറ്റായി 2-3 പ്രാവശ്യം അഡ്മിറ്റായി. അത് മാതാവിൻ്റെ പ്രാർത്ഥന വഴി മാതാവിലൂടെ ഈശോയിൽ ഞാൻ പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചും പിന്നെ എനിക്ക് ആ സമയത്തെല്ലാം സ്റ്റീറോയിഡിൻ്റെ മരുന്ന് തന്നാണ് എൻ്റെ മരുന്ന് സൈനസൈറ്റീസ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് എനിക്ക് കുറവുണ്ട് ഒത്തിരി. ഞാൻ ആ മരുന്നൊന്നും എടുക്കാറില്ല. പ്രഷറിന് ആ സമയത്ത് ഒത്തിരി പ്രഷർ കൂടി. ഭയങ്കര പ്രഷറായിരുന്നു, എന്നാന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും അതിന് ഭയങ്കര ദൈവത്തിന് ഈശോയ്ക്കും മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. ഇനി വരാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ യു.എസിൽ ഫ്ലോറിഡ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു. അവിടെ എൻ്റെ മോൻ ഇപ്പം താമസിക്കുന്നത് ടെക്സസിലാണ്. ഹൂസ്റ്റണിലേക്ക് പോകാൻ വേണ്ടി അവനെപ്പോഴും 5 വർഷമായിട്ട് അവിടെയായിരുന്നു. അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുമായിരുന്നു, അങ്ങോട്ട് പോകാം ഡാഡി മമ്മി ഇപ്പം തന്നെ അവിടെ താമസിക്കേണ്ടെന്നും പറഞ്ഞ്. എനിക്കൊരു മോനും ഒരു മോളും ഉണ്ട്. മോള് ബോസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ മടിയായിട്ടിരുന്ന്. നല്ല കാലാവസ്ഥയൊക്കെയുള്ള സ്ഥലമാണ് ഫ്ലോറിഡ. പക്ഷേ കൊച്ചും പിന്നെ അവസാനമായപ്പോൾ ഞങ്ങൾ തന്നെയുള്ളൂ. പ്രായമൊക്കെ ആയ കാരണം ഞങ്ങളത് വിൽക്കാമെന്ന് വെച്ചു. വിൽക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് കിട്ടി, പുതിയൊരു വീട് കിട്ടി. അത് ഞങ്ങളങ്ങ് വാങ്ങിച്ചു ഡൗൺ പേയ്മെൻ്റ് ഇട്ട്. പക്ഷേ അതിൻ്റെ മുഴുവൻ പൈസ നേരെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അത് പിന്നെ ഒരു ടെൻഷനായിരുന്നു. കുറേ നാൾ കൊണ്ടാണ് 5-6 മാസം കഴിഞ്ഞേ പിന്നെ ഞങ്ങൾക്ക് ഫ്ലോറിഡയിലെ വീട് വിൽക്കാൻ കിട്ടിയതും. അത് പലരും വന്നിട്ട് പലതരത്തിലും വിലയുണ്ടെങ്കിലും പലരും വന്ന് അവസാനം വേണ്ടെന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഒരു ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് വിളക്കും പിടിച്ച് വീടിന് ചുറ്റും പ്രാർത്ഥിച്ച് 7 വട്ടം. അതോടുകൂടി പിറ്റേ ദിവസം ഒരു മനുഷ്യർ വന്ന് അവർ അത് മൊത്തത്തിൽ ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ അത് എടുക്കുകയും ഞങ്ങൾക്കത് ഞങ്ങളുടെ ആ കടബാധ്യതകളെല്ലാം നല്ല പുതിയ വീടിൻ്റെ കടബാധ്യതകൾ വീട്ടാൻ സാധിച്ചു എന്നതിനെ ഓർത്തു തമ്പുരാൻ്റെ കരുണയ്ക്കായി മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ അതുപോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായ ഒത്തിരി സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ഇപ്പോൾ കൊച്ചുമക്കളെ കൊണ്ടുവരാത്തത് കൊണ്ട് അതിന് സാക്ഷ്യം പറയാനായിട്ട് പൂർണ്ണമായി പറയാൻ പറ്റുന്നില്ല. എന്നാലും ദൈവത്തിന് എൻ്റെ മനസ്സിൽ കിടക്കുന്നു. അത് ഒത്തിരി ഒരു ഭയങ്കര മിറക്കിളായിരുന്നു. അതിനെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ തരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പേപ്പർ കൊണ്ടുപോകായിരുന്നു. ആദ്യമേ മലയാളം പേപ്പർ ഞാൻ 22-ലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മലയാളം പേപ്പർ മേടിച്ചിട്ട് കൊണ്ടുപോയില്ല. ആ വർഷം എനിക്ക് ഒന്നും സഹായിച്ച് കിട്ടിയിട്ടുമില്ല, അത് കൊടുക്കാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് വന്ന് എനിക്കിവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോഴേ എൻ്റെ മാതാവിനെയാണ് എനിക്ക് കിട്ടിയതും. സ്പാനിഷും ഇംഗ്ലീഷും മലയാളം പേപ്പർ കൊണ്ടുപോയി. അത് ശരിക്കും സ്പാനിഷുകാരൊക്കെ ഉള്ള പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിലൊക്കെ കൊടുത്തപ്പം ഒത്തിരി ആൾക്കാർക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടുത്തെ സ്പാനിഷ് അച്ഛന് കൊടുത്തു. അതുവഴിയൊക്കെ അത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം രണ്ടാമത് പിന്നെ വന്നപ്പോഴും ഞാൻ ഇതുപോലെ മേടിച്ചുകൊണ്ട് പോയി.
അവിടുന്ന് ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ട് ഇച്ചിരി പ്രയാസമായിരുന്നെങ്കിലും ഒട്ടുമുക്കാലും എല്ലാം ഞാൻ കൊടുത്തു തീർത്തു. അത് ഇച്ചിരി താമസിച്ചാണ് കൊടുക്കാൻ പറ്റിയത്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തിയായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യമുള്ള കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു അവിടെ പോയി ചെയ്യാനൊന്നും മറ്റുള്ളവർക്കൊരു സഹായത്തിനായി ഈ ഇവിടുത്തെ പോലെ അത്രയ്ക്ക് അങ്ങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ആവശ്യം വന്ന ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും. അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങളൊരു 9 വീട്ടുകാർക്ക് ഒരു 5 സെൻറ്റ് വെച്ച് കുറച്ച് സ്ഥലം കിടപ്പുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തു. അതിന് ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. ഒരു 4 മാസം ഇവിടെ നിന്നേ പിന്നെ അത് കൊടുക്കാൻ പറ്റിയത്. അതിന് വഴി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ നേർന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്നും പറഞ്ഞ് നേർന്ന് അതിന് അവർ ചോദിച്ച പൈസ തന്നെ കൊടുത്ത് ഞങ്ങളൊക്കെ അത് കിട്ടി. അതുകൊണ്ട് അവർക്ക് വഴി കിട്ടി. അതിൻ്റെ ഈ വർഷം അവർക്ക് അത് എല്ലാവർക്കും ഓരോ തറയിട്ട് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് മാതാവ് വഴി സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് ദൈവം മാതാവിനറിയാമല്ലോ. അതെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും നന്ദി. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായം 10-ാം തിരുവചനം. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി, പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി. അന്ന സൈമൺ എന്ന ഈ സഹോദരിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. വളരെ കാലമായിട്ടുണ്ടായിരുന്ന ഈ സഹോദരിയുടെ വയറുവേദനയും അതുപോലെ തന്നെ തലവേദനയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സൗഖ്യം ലഭിച്ചുവെന്നാണ് ഈ അമ്മ ഇവിടെ ഏറ്റുപറയുന്നത്. വളരെ അസാധ്യമെന്ന് തോന്നിയിരുന്ന വലിയ 2 കാര്യങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്ന വയറുവേദനയും അതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള തലവേദനയും. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളുമില്ലാതെ എല്ലാ ജോലികളും ചെയ്യുവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിക്കുന്നു എന്നതിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്ക് സൗഖ്യം തരുന്നതും സൗഭാഗ്യം തരുന്നതും എല്ലാം ഈശോ ആണ്. നമുക്കിതെല്ലാം ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്നാണ് ഈശോ നമ്മോട് പറയുന്നത്. നമുക്ക് ഈ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് എപ്പോഴും ഗ്രീൻ സിഗ്നൽ കൊടുത്ത് നമ്മുടെ ഉടമ്പടി നിബന്ധനകളെല്ലാം തന്നെ വളരെ കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ആധ്യാത്മിക ആസ്തിയുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ യാതൊരു പ്രാർത്ഥനകളും നിഷേധിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ സഹോദരി ഉടമ്പടിയെടുത്ത് ഇവർക്കും ഇവരുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്നാണ് ഇവർക്ക് ജീവിതത്തിൽ വലിയ സൗഖ്യമുണ്ടായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവർക്ക് അസാധ്യമെന്ന് തോന്നിയിരുന്നതാണ് അല്പം സ്ഥലം വിൽക്കുവാനും അവരുടെ കടബാധ്യതകൾ മാറുവാനുമായി അവർ ഒരുപാട് ട്രൈ ചെയ്യുകയായിരുന്നു. അതെല്ലാം പരിശുദ്ധ അമ്മ വളരെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു വലിയ ജീവിതഭാരം അവർക്ക് മാറ്റിക്കൊടുക്കുകയും ചെയ്തു. അതിനോട് ആസ്തിയായി, ഒരു ആധ്യാത്മിക ആസ്തിയായി അവർ ചെയ്ത കാരുണ്യ പ്രവൃത്തിയാണ് 9 ഭവനങ്ങളില്ലാത്ത വീട്ടുകാർക്ക് അവരുടെ സ്ഥലം വീതിച്ചു കൊടുക്കുകയും അവർക്കിനി ഭാവിയിൽ അവർക്കൊരു വീട് വെച്ച് കൊടുക്കുവാനുള്ള വലിയ പദ്ധതിയുമായിട്ടാണ് പരിശുദ്ധ അമ്മയോട് അവർ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ആ വീട്ടുകാർക്ക് വഴി കിട്ടുവാനായി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടലിനെ കുറിച്ച് അവർ പറയുകയായിരുന്നു. നാം എത്ര സ്റ്റെപ്പ് ഈശോയ്ക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നുവോ അതിലുമധികം ഈശോ വാഗ്ദാനങ്ങളിൽ വളരെ വിശ്വസ്തനാണ് എന്നാണ് ഈ അന്ന എന്ന സഹോദരി ഇവിടെ വന്ന് നമ്മോട് സാക്ഷ്യമായി ഏറ്റുപറയുന്നത്. നമുക്കെപ്പോഴും നമ്മുടെ ഉടമ്പടിയിൽ വിശ്വസ്തരായി നിൽക്കുകയും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എപ്പോഴും നന്ദി പറയുകയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നാം എപ്പോഴും അവസരം കൊടുക്കുകയും ചെയ്യാം. അതാണ് ഉടമ്പടി ഉടൻ പരിഹാരം എന്ന് പറയുന്നത്. അന്ന സൈമൺ എന്നീ സഹോദരിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.